ഹായ്, ഞാൻ അരുൺ. ഞാൻ ശ്രുതി. വോയിസ് ഓഫ് യൂണിയന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇൻഫ്യൂഷൻ പമ്പ് പരിചയപ്പെടാം. IPA112 എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതാണ് നമ്മളെ ഇൻഫ്യൂഷൻ പമ്പ് IPA112. നമുക്ക് ഈ മോഡലിൽ നമുക്കിന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഇൻഫ്യൂഷൻ പമ്പ്. ഇത് വോളിയോമെട്രിക് ഇൻഫ്യൂഷൻ പമ്പാണ്. മെഷീന്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ IV സ്റ്റാൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകൾ ഭാഗത്ത് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് മെഷീന്. മെഷീന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് മെഷീന്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിന്റെ മുകളിലായിട്ട് ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് വരുന്ന മെയിൻസ് ഇൻഡിക്കേഷൻ ആണ്. നമ്മൾ മെഷീനിൽ ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ കാണിക്കും. ഇത് ബാറ്ററി ഇൻഡിക്കേഷൻ ആണ്. ഇപ്പുറത്ത് വരുന്നത് അലാം ഇൻഡിക്കേഷൻസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ അടിയിൽ കുറച്ച് കീസ് കൊടുത്തിട്ടുണ്ട്. കീസ് ഉള്ളത് നമുക്ക് സെറ്റിംഗ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ ആണ്. നമുക്ക് IV സെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് IV സെറ്റ് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് ഒരു ലോക്ക് ഉണ്ട്. അത് അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്തതിന് ശേഷം IV സെറ്റ് കണക്ട് ചെയ്യാം. നമ്മൾ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് സെൻസർ ഉള്ളതുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ഡോർ ക്ലോസ് ചെയ്യാം. ഡോർ നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്ക് ഇൻഫ്യൂഷൻ പമ്പ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആയി വരും. അതുപോലെ തന്നെ ഈ താഴെ കാണുന്നതൊക്കെ നമുക്ക് സെറ്റിങ്സിന് ആവശ്യമായിട്ടുള്ള കീസാണ്. മെഷീൻ്റെ ഏറ്റവും ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്തായിട്ട് ബാറ്ററി എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു കട്ടേ ചാർജ് ഉള്ളൂ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണിക്കുന്നത് ഒക്ലൂഷൻ ലെവലാണ്. ഒക്ലൂഷൻ ലെവൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷൻ ബട്ടൺ, ഈ ബട്ടനാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒക്ലൂഷൻ ലെവൽ ഇവിടെ കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒക്ലൂഷൻ ലെവൽ ചേഞ്ച് ആവുന്നത് കണ്ടോ. നമുക്ക് ഇതനുസരിച്ച് നമുക്ക് ഒക്ലൂഷൻ എത്ര വേണ്ട എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഷീനിൽ ഡ്രോപ്പ് പെർ മിനിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, ml per hour സെറ്റ് ചെയ്യാൻ പറ്റും, വോളിയം ടൈം മോഡും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബോഡി വെയിറ്റ് മോഡും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡ്രോപ്പ് പെർ മിനിറ്റ് മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു വോളിയോമെട്രിക് പമ്പാണ്. അതുകൊണ്ട് തന്നെ ഡ്രോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് സെൻസറിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഡ്രോപ്പിൽ നമ്മൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും അതിനെ ml per hourലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് മെഷീൻ വർക്ക് ചെയ്യുക. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ 20 ഡ്രോപ്പിൻ്റെ IV സെറ്റ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ 20 ഡ്രോപ്പ് പെർ മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 20 ഡ്രോപ്പ് പെർ മിനിറ്റ് എന്ന് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഫ്ലോ റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നോക്കിക്കോ, 60 ml ആണ് ഫ്ലോ റേറ്റ് എന്ന് മെഷീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര സമയം ഈ 20 ഡ്രോപ്പ് പെർ മിനിറ്റ് വീതം നമുക്ക് എത്ര സമയം പോകണം എന്നുള്ളത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ടൈം. അപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 20 ഡ്രോപ്പ് പെർ മിനിറ്റിൽ 2 മണിക്കൂർ മെഷീൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ml നമുക്ക് ഇൻഫ്യൂസ് ആവും എന്നുള്ളത് നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ആകെ സെറ്റ് ചെയ്തിട്ടുള്ളത് 20 ഡ്രോപ്പ് പെർ മിനിറ്റിന് ഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്, എത്ര സമയം പോകണമെന്നും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ നമുക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. ഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്, എത്ര വോളിയം പോകണം എന്നും നമ്മൾ കൊടുക്കാം. അപ്പോൾ എന്തുണ്ടാവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളത് മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. ഇനി അതുകൂടാതെ നമുക്ക് ml per hourൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്യണം. ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 100 ml per hour സെറ്റ് ചെയ്തു. ഓക്കെ. ഈ 100 ml per hour എനിക്ക് 1 മണിക്കൂർ പോകണം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ 100 ml per hour എനിക്ക് ഒരു 250 ml പോകണം, അങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഏതെങ്കിലും ഡാറ്റ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിതിൽ ഒരു 250 ml പോകും. ഇപ്പോൾ ഞാൻ 100 ml per hour സെറ്റ് ചെയ്തു. ഞാൻ എത്ര വോളിയാണ് നമുക്ക് പോകേണ്ടതെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. 250 ml പോകണം ടോട്ടൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ എന്ത് ചെയ്യും, ടൈം കൂടി കാൽക്കുലേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് ടൈം എന്നുള്ളത് സെറ്റ് ചെയ്യാം. കാണാം ടൈം എത്ര മെഷീൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് നമ്മുടെ കയ്യിൽ എന്ത് ഡാറ്റ ഉള്ളത്, ഡ്രോപ്പ് പെർ മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് എത്ര വേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലോ റേറ്റിലാണ് ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക്
അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് ഇൻഫ്യൂസ്ഡ് വോളിയാണ്. ഈ മുകളിൽ 0.0 എന്ന് കാണിക്കുന്നത് ഇൻഫ്യൂസ്ഡ് വോളിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. സെറ്റിങ്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ റൺ ചെയ്ത് തുടങ്ങും. അപ്പോൾ എത്രത്തോളം ഇവിടെ ഇൻഫ്യൂസ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ കാണുന്നത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ IV കണക്ട് ചെയ്തിട്ടില്ല. വെറുതെ ഒന്ന് IV സെറ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയറിൻ്റെ അലാം അടിക്കും. മെഷീനിൽ എയർ സെൻസറും ബബിൾ സെൻസറൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അലാം അടിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇൻ കേസ് നമ്മൾ IV സെറ്റ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബബിൾസ് വന്നു എന്ന് വിചാരിക്കുക. ഈ IV സെറ്റിലൊക്കെ ബബിൾ വന്നു എന്ന് വിചാരിക്കുക. ഈ ബബിളിനെ നമുക്ക് പർച്ച് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ ആണ് ഇത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബബിളിനൊക്കെ കുറച്ച് പർച്ച് ചെയ്ത് പോവും. അതുപോലെ തന്നെ ഒക്ലൂഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് പർച്ച് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും കണക്ട് ചെയ്ത് റീകണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ വരുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫ്യൂസ്ഡ് വോളിയം മുന്നിലേക്ക് എടുക്കുന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും മുന്നേ ഒരു 150 ml എങ്ങാനും മുന്നേ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് 000 ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ വരുന്നത്. ഓക്കെ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് മോഡിലും കൂടി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ബോഡി വെയിറ്റ് മോഡിൽ കൊണ്ടുവന്നു. ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബോഡി വെയിറ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ ചാർട്ട് മെഷീൻ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർട്ട് ഇതിൽ കണ്ടോ, mg/kg/minute, mg/kg/hour, അങ്ങനെ കുറേ ആയിട്ട് യൂണിറ്റുകളുണ്ട്. അതിനൊക്കെ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് ബോഡി വെയിറ്റ് മോഡിലാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിതിൽ നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു 11 എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോസ് റേറ്റ് കൊടുക്കാം, എത്രയാണ് ബോഡി വെയിറ്റ് എന്ന് കൊടുക്കാം, ഡ്രഗ് മാസ് എത്രയാണെന്ന് കൊടുക്കാം, വോളിയം ഇവിടെ കൊടുക്കാം. അങ്ങനെ ബോഡി വെയിറ്റ് മോഡിൽ നമുക്കിതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന മോഡുകൾ ml/hour അതുപോലെ drop/minute ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ മോഡ് കൂടി നമ്മുടെ ഈ മെഷീനിൽ വരുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി നമുക്ക് ഇപ്പോൾ ഫ്ലൂയിഡ് നിറച്ചിട്ടുള്ള ഒരു IV സെറ്റ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. മെഷീൻ ഓൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്യാണ്. 100 ml ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്തു. ഞാൻ പിന്നെ സമയമോ പിന്നെ എത്ര വോളിയം ഇൻഫ്യൂസ് ആവണം അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. 100 ml മാത്രം സെറ്റ് ചെയ്തു. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ മെഷീൻ ഇൻഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഡ്രോപ്പ് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇൻഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇൻഫ്യൂസ്ഡ് വോളിയം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇൻഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം. ഓക്കെ. ഇൻ കേസ് ഞാനിപ്പോൾ മെഷീൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാം. ഇൻ കേസ് ഇതിലൊരു ബബിൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് പർച്ച് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് വിടും. ഉണ്ടോ, ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ പർച്ച് ചെയ്ത് അതിലത്തെ ബബിളുകളൊക്കെ കുറച്ച് നേരത്തേക്ക് കുറച്ച് സ്പീഡിലായിട്ട് പർച്ച് ചെയ്ത് പോകും. അപ്പോൾ ആ സമയത്ത് ഫ്ലോ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ബബിൾ പോയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമുക്ക് വീണ്ടും ഇൻഫ്യൂസ് ചെയ്യാം. സ്റ്റാർട്ട് കൊടുക്കും. ഓക്കെ. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യാം. എന്തെങ്കിലും അലാം വന്നു കഴിഞ്ഞാൽ, ബബിള് ഒക്ലൂഷനൊക്കെ അലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. ഇന്നത്തെ ഈ ഇൻഫ്യൂഷൻ പമ്പിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ.